നമസ്കാരം. എനിക്കുള്ള അറിവുകൾ പകർന്നു തരാനായിട്ട് മൈഗ്രെയിൻ എന്ന സബ്ജക്റ്റ് നമുക്കാവാം. ഞാൻ ഡോക്ടർ ബിന്ദു വർമ്മ, വർമാസ് ആയുർവേദ ഹോസ്പിറ്റൽ. ഒരുപാട് രീതിയിലുള്ള തലവേദനകളുണ്ട്. അതെന്തൊക്കെ കൊണ്ട്, ടെൻഷൻ കൊണ്ട് വരാം, ടെമ്പററി വരാം, പിന്നെ വേറെ അസുഖങ്ങളുടെ ഭാഗമായിട്ട്, അതായത് ഒരു വൈറൽ ഫീവർ വരുമ്പോൾ അസോസിയേറ്റഡ് ആയിട്ട് തലവേദന വരാം. പിന്നെ സൈനസൈറ്റിസ് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, ഇങ്ങനെ പല പല തലവേദനകളുണ്ട്. ഇതിൽ ഏതാണ് നമ്മളെ ബാധിക്കുന്നതെന്ന് അറിയണമെങ്കിൽ അതിനെ കറക്റ്റായിട്ട് കീനായിട്ട് നോക്കുമ്പോഴല്ലേ സ്വാഭാവികമായിട്ടും അറിയുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രെയിനിൽ പെയിൻ റിസപ്റ്റേഴ്സ് ഇല്ല. അതിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിൽ വരുന്ന പെയിൻ സെൻസറി ടിഷ്യൂസിൽ വരുന്ന ഒരു ഡിസ്റ്റർബൻസ് ആണ് ഒരു ഹെഡേക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ ഈ മൈഗ്രെയിൻ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പേഷ്യൻ്റെങ്കിലും മൈഗ്രെയിൻ ആയിട്ട് വരാറുണ്ട്, നമ്മളെ സമീപിക്കാറുണ്ട്. കാരണം ഓരോ ദിവസം കഴിയും തോറും മൈഗ്രെയിനിൻ്റെ ഇത് കൂടിക്കൂടി വരികയാണ്, ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്നു. അതിനെന്താവാം കാരണങ്ങൾ? നമ്മുടെ കാലാവസ്ഥ ദിവസവും മാറി വരികയാണ്. പഴയ സമ്മർ വെക്കേഷൻ അല്ല ഇപ്പോൾ സമ്മർ വെക്കേഷനിൽ. അതിൽ ഓരോ ചൂടും നമ്മളെ ഒരു ബേണിങ് ഫീലിങ്ങിലല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ, ഇതിൻ്റെയൊക്കെ ഇത് എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ കോമൺ ആയിട്ടൊരു റീസൺ ആയിട്ട് പറയും. പക്ഷേ അത് ശരിയല്ലേ, ഒരു ചൂടാണ് ഇതൊക്കെ. ആ ചൂട് ചെല്ലുമ്പോൾ ബ്രെയിൻ സെൽസ് കൂടുതൽ ചൂടാവുന്നത് വഴി ഉണ്ടാവാവുന്ന ഒരു കംപ്ലൈൻ്റാണ് ഈ ഹെഡേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഉറക്കത്തിൻ്റെ കുറവ് കൊണ്ടുവരാം, ആഹാരത്തിൻ്റെ വ്യത്യാസങ്ങൾ, ഹെവി മീൽസ്, ചോക്ലേറ്റ്, ചീസ്, അങ്ങനെയൊക്കെയുള്ള ആൽക്കഹോൾ, ഇങ്ങനെയുള്ള ഇതിൻ്റെ ഉപയോഗം കൊണ്ട് വേണമെങ്കിൽ മൈഗ്രെയിൻ വരാം. അതേപോലെ ഒരുപാട് ടെൻഷൻ വരുന്നു, BP വരുന്നു, ആ സ്ട്രെസ്സ്, വർക്ക് സ്ട്രെസ്സ് വരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വരാവുന്ന ഒരു രോഗമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ പിത്തജ ശിരശൂല, അതായത് വാദം, പിത്തം, കഫം ഉള്ളതിൽ പിത്തം പ്രാധാന്യേന നിൽക്കുന്ന ഒരു ശിരശൂലമാണ് പിത്തജ ശിരശൂലം. അതിനെയാണ് നമുക്ക് മൈഗ്രെയിനുമായിട്ട് ഏകദേശം കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ സാധാരണ ഒരു ത്രോബിങ് പെയിൻ, അതായത് വളരെ സെൻസിറ്റീവായിട്ട് വരുന്ന തലയുടെ ഫോർഹെഡിൻ്റെ ഒരു സൈഡിൽ വരുന്ന ഒരു കംപ്ലൈൻ്റാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അത് പലർക്കും പല രീതിയിൽ വരാം. തല മുഴുവൻ പൊള്ളുന്ന വേദന വരിക, പുകയുന്ന വേദന വരിക, ഇടിച്ചു പോകുന്ന പോലെ വേദന. എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റമാണ് നോസിയ, വോമിറ്റിംഗ്. ചിലർ പറയാറുണ്ട് ഛർദ്ദിച്ച് കഴിയുമ്പോൾ അത് മാറാറുണ്ട്. പക്ഷേ സാധാരണ ഹെഡേക്ക് പോലെ അല്ല ഈ മൈഗ്രെയിൻ. അതിന് പല പല സ്റ്റേജസ് ഉണ്ട്. 4 സ്റ്റേജാണ് ഒരു മൈഗ്രെയിൻ ഉള്ളത്. അതിന് ആദ്യത്തെ സ്റ്റേജ് പ്രോഡ്രോം എന്ന് പറയും. ഈ പ്രോഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ ഹെഡേക്ക് വരുന്നതിന് 24 മണിക്കൂർ മുമ്പ് തന്നെ തുടങ്ങും. ആ അവസ്ഥയിൽ വരുന്ന ആകെ ഒരു മൂഡ് ബിഹേവിയർ, എല്ലാവരും ഒരു ബിഹേവിയറൽ ചേഞ്ച് വരുന്നു, ഒരു റെസ്റ്റ്ലെസ് ആവുന്നു പേഷ്യൻസ്. പിന്നെ കഴുത്തിന് നല്ല സ്റ്റിഫ്നെസ് ഉണ്ടാവാം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള യോണിങ്, വായ്ക്കോട്ട ഇടുക, അങ്ങനെയുള്ളതൊക്കെയാണ് ലക്ഷണമായിട്ട് ഈ അവസരത്തിൽ പറയുന്നത്. ആകെ എല്ലാവരോടും ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. എന്താണെന്ന് സ്ഥിരം വരുന്ന അവർക്ക് തന്നെ ഫീൽ ചെയ്യും, എനിക്ക് ഇനി ഇതിൻ്റെ ആണോ, മൈഗ്രെയിൻ്റെ ആണോ എന്നുള്ള ഒരു ഫീലിംഗ് തോന്നുന്ന ഒരവസ്ഥയാണിത്. ഇതൊരു 24 hours വരെ നമുക്ക് വേണമെങ്കിൽ ഇത് പ്രൊലോങ് ചെയ്ത് പോവാം. അതിനുശേഷം വരുന്ന ഒരു സ്റ്റേജാണ് ഓറ എന്ന് പറയുന്നത്. ഓറ എന്ന് പറയുന്ന ഒരു സെൻസറി സ്റ്റേജാണ്. അതായത് നമുക്ക് അനാവശ്യമായിട്ടുള്ള ലൈറ്റുകൾ കത്തുന്നത് പോലെ തോന്നുക, സിക്സാഗ് ലൈൻസ് തോന്നുക, ഒരു ബ്ലൈൻഡ് സ്പോട്ട് തോന്നുക, അതേപോലെ ഇങ്ങനെയുള്ള വിഷ്വൽ ഹാലുസിനേഷൻ പോലെ പല പല ഫീലിംഗ് തോന്നും. സൗണ്ടിനോടൊക്കെ വല്ലാത്ത ദേഷ്യം തോന്നും. അങ്ങനെ തോന്നുന്ന ഒരവസ്ഥയാണ് ഈ ഓറ എന്ന് പറയുന്നത്. ഈ ഓറ എന്ന് പറയുന്നത് 5 minutes മുതൽ 50 minutes വരെ, 1 മണിക്കൂർ വരെ വേണമെങ്കിൽ പ്രൊലോങ് ചെയ്ത് പോകാവുന്നു. അതേപോലെ മുഖത്തൊക്കെ ഒരു റേഡിയേറ്റ് ചെയ്യുന്ന നീഡിൽ പ്രിക്ക്, അതായത് ഒരു മുള്ളു കുത്തുന്ന പോലെയുള്ള ഒരു വേദന, അങ്ങനെയുള്ള ഫീലിങ്സ് ഒക്കെ തോന്നുന്ന ഒരു സെൻസറി സ്റ്റേജാണ് ഓറ എന്ന് പറയുന്നത്. ഈ ഓറ എന്ന സ്റ്റേജ് ഹെഡേക്ക് തുടങ്ങുമ്പോൾ, അതായത് തലവേദന തുടങ്ങുമ്പോൾ ഈ സ്റ്റേജ് നിർത്തി വീണ്ടും വേദനയിലേക്ക് പോകുന്നു. ആ വേദന എന്ന് പറയുന്ന അറ്റാക്ക് എന്ന് പറയുന്ന സ്റ്റേജാണ്. ഈ അറ്റാക്ക് എന്ന് പറയുന്ന സ്റ്റേജ് ഒരു 4 മണിക്കൂർ മുതൽ ഒരു 3-4 ദിവസം വരെ പ്രൊലോങ് ചെയ്ത് പോവാം. അതാണ് മൈഗ്രെയിൻ. മറ്റുള്ള വേദനകളിൽ നിന്നുള്ള കൂടുതൽ സിവിയറിറ്റിയാണ്, കൂടുതൽ എല്ലാവർക്കും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു കണ്ടീഷനാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ അറ്റാക്ക് എന്ന് പറയുന്ന സ്റ്റേജിൽ അത് വരുന്ന ഇൻറ്റൻസ് പെയിനാണ്.
നമ്മുടെ ഹെഡിൻ്റെ ഒരു സൈഡിൽ ഇൻറ്റൻസ് ആയിട്ട് വേദന വരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫോട്ടോഫോബിയ, നമുക്ക് വെളിച്ചം കാണാൻ പറ്റില്ല, ഫോണോഫോബിയ, അതായത് സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ല, സ്മെല്ല് പോലും പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് സിവിയർ വരുന്ന ഒരവസ്ഥയാണ് ഈ അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ അറ്റാക്ക് കഴിഞ്ഞാൽ അത് ഒരു 3 ദിവസം കൊണ്ടാവാം ചിലരിൽ മാറ്റുന്നത്. അത് മാറിക്കഴിയുമ്പോൾ അടുത്ത സ്റ്റേജാണ് പോസ്റ്റ് ഹെഡേക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റ് ഹെഡേക്ക് സ്റ്റേജിൽ ഈ പറഞ്ഞ ഹെഡേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുമെങ്കിൽ പോലും ഈ ലൈറ്റിനോടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ മാറാൻ പ്രയാസമാണ്. അത് അതേപടി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതും അതിൻ്റെ ഒപ്പം ബുദ്ധിമുട്ടുകളും വീണ്ടും വരുന്നതാണ്. ആദ്യത്തെ സ്റ്റേജിലുണ്ടായിരുന്ന മൂഡ് ബിഹേവിയറിലൊക്കെ ബുദ്ധിമുട്ടുകൾ വീണ്ടും അതേപടി ആവർത്തിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹെഡേക്കിൻ്റെ സ്റ്റേജിൻ്റെ മിക്കവാറും അവസാനം വോമിറ്റിങ്ങും നോസിയയും ഉണ്ടാവും. മിക്കവാറും എല്ലാവരും പറയാറുണ്ട് നോസിയ വന്ന് വോമിറ്റിംഗ് വരുന്നു, ആഹാരം വിശപ്പ് കുറയുന്നു. ഇതെല്ലാം ഈ എല്ലാ സ്റ്റേജിലും കാണുന്നതാണ്. ഇതാണ് നമ്മുടെ മൈഗ്രെയിൻ്റെ 4 സ്റ്റേജുകൾ. ഇത്രയും സിവിയറായിട്ട് വേദന വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും പെയിൻ കില്ലർ കഴിച്ച് ആദ്യമേ തന്നെ അതിനെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതുവഴി നമുക്ക് അറിയാമല്ലോ, കോമൺ ആയിട്ട് വരുന്ന ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ സിംറ്റത്തിനെ അല്ലാതെ അസുഖത്തിനെ നമ്മൾ ചികിത്സിച്ച് മാറ്റാനാണ് ആയുർവേദം ശ്രമിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു പിത്തജമാണ്, അതായത് പിത്തം എന്ന് പറഞ്ഞാൽ വാദം പിത്തം കഫത്തിൽ പിത്തജമായിട്ട് വരുന്നു. ഒപ്പം വാദവും വേദന എന്ന് പറഞ്ഞാൽ വാദത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും, തല എന്ന് പറയുന്ന കഫത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ 3 ദോഷങ്ങളും കോപിച്ചിരിക്കുന്ന ഇതിൽ നമ്മൾ സ്വാഭാവികമായും പഥ്യാഷടങ്കം കഷായം അല്ലെങ്കിൽ ഗുൽഗുലുതിക്ത കഷായമൊക്കെ നല്ല എഫക്റ്റീവാണ്. ദ്രാക്ഷാദി അമൃതോത്തരം പോലുള്ളത് പിത്തശമനമായിട്ടുള്ള കഷായങ്ങൾ ഇതിൽ ശമനമായിട്ട് കൊടുക്കാവുന്നതാണ്. കച്ചൂരാദി ചൂർണം, രാസ്നാദി ചൂർണമൊക്കെ തളം വയ്ക്കാം. പിന്നെ തലയ്ക്കായിട്ട് മഞ്ചിഷ്ടാദി എണ്ണ അല്ലെങ്കിൽ ക്ഷീരബലയൊക്കെയാണ് പിത്തശമനമായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് കാണുന്നത്. നമ്മൾ ഇതിനെ പ്രൊലോങ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നസ്യം, ശിരോധാര, ശിരോവസ്തിയൊക്കെ ഈ പറഞ്ഞ എണ്ണകൾ ഉപയോഗിച്ച് ചെയ്യുന്നത് വഴി ഈ മൈഗ്രെയിൻ നല്ല രീതിയിൽ ഒരു 2 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഒപ്പം നമ്മൾ ശിരോ അഭ്യംഗമൊക്കെ കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഉറക്കം. വേണ്ട രീതിയിൽ ഉറക്കം ഉണ്ടായിരിക്കണം. നമ്മൾ ഈ അസുഖം വരുമ്പോൾ ആദ്യമേ ഈ ചികിത്സകൾക്കൊക്കെ മുമ്പേ ചെയ്യേണ്ടത് എന്ത് ജോലി ഹാർഡ് വർക്ക് ചെയ്യുന്നോ ആ ജോലി നിർത്തിയ ശേഷം ഒരു ഡാർക്ക് റൂമിലേക്ക് പോവുക. ഡാർക്ക് റൂമിൽ ഒരു ലൈറ്റും സൗണ്ടും ഒന്നും കേൾക്കാത്ത രീതിയിൽ പതുക്കെ റിലാക്സ് ചെയ്ത് ഉറങ്ങാൻ ശ്രമിച്ച് നോക്കുക. നമുക്ക് സൂത്തനിങ് ആയിട്ടുള്ള മ്യൂസിക് കേൾക്കാം. അങ്ങനെയൊക്കെ ഉറങ്ങാൻ ശ്രമിച്ചാൽ ഒരു പരിധിവരെ ഇതിനെ തടയാൻ സാധിക്കും. ഈ വേദനയുടെ ഫ്രീക്വൻസിയെ തടയാൻ സാധിക്കും. പ്രോഗ്രസ് പോകുന്നതും തടയാൻ പറ്റും. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഉറക്കം ഏറ്റവും പ്രാധാന്യമാണ്. റെഗുലറായിട്ട് സ്ലീപ്പ് ഒരു സമയത്ത് തന്നെ ഉണ്ടാവണം. ഒരേ സ്ഥലത്ത് തന്നെ ഉറങ്ങുക. ഫോഴ്സ് ചെയ്ത് ഒരിക്കലും ഉറങ്ങാതിരിക്കുക. നമ്മളൊരു ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ മ്യൂസിക് കേട്ട് കണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. അതേപോലെ ഹെവി മീൽസ്, ഫിക്സഡ് മീൽസ് ഒഴിവാക്കുക. കറക്റ്റ് ടൈം കീപ്പ് ചെയ്യുക. ആഹാരത്തിൽ കൂടെ നമുക്ക് ഇതിനെയൊക്കെ ശരിയാക്കാൻ പറ്റും. നമ്മൾ രാത്രി ചോക്ലേറ്റ്, ചീസ്, ആൽക്കഹോൾ അങ്ങനെയുള്ളതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ഉപയോഗിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത്. ഇങ്ങനെ ഈ ഔഷധത്തിൻ്റെയും ആഹാരത്തിൻ്റെയും ചിട്ടയായ രീതിയിൽ കൂടെ ഈ പെയിൻ കില്ലറുകളെ ഒഴിവാക്കി തീർച്ചയായിട്ടും മൈഗ്രെയിനെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കും.